ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ കൂടെ ഓണവിശേഷങ്ങൾ പങ്കുവെക്കാനായി എത്തിയിരിക്കുന്നത് നിരവധി സീരിയലുകളിലൂടെ കുടുംബ പ്രേക്ഷകരിലേക്ക് എത്തിയ ഒരാളാണ് അനൂപ്. നമസ്കാരം അനൂപ്. ഹായ്, നമസ്കാരം. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ആദ്യം തന്നെ ഓണവിശേഷങ്ങളിലേക്ക് തന്നെ തുടങ്ങാം. എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ? ഓണവിശേഷം വലുതായിട്ടൊന്നുമില്ല. ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ ഓണമാണ് എൻ്റെ എപ്പോഴും ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുന്ന ഓണം. പിന്നെ നാട്ടിലെ ഓണം, നാട്ടിൽ ഇതേപോലെ നമ്മളെല്ലാവരും കുട്ടികളെല്ലാവരും കൂടെ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ട് പിന്നെ അവിടെ നടക്കുന്ന ആഘോഷങ്ങളും അതൊക്കെയാണ് ഓണം എന്ന് പറയുന്നത്. പിന്നെ ഉച്ചയ്ക്ക് വീട്ടിൽ പോയിട്ട് സദ്യ കഴിക്കുക, പിന്നെ വന്നിട്ട് കളിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ ഓണം എപ്പോഴും എവർഗ്രീൻ. അത് എപ്പോഴും അങ്ങനെയാണല്ലോ. കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള ഓണം എന്ന് പറയുന്നത് എവർഗ്രീൻ ഓണമാണ്. നമ്മൾ അത്തപ്പൂക്കളം പൂവുകൾ വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നതും രാത്രി പോകുന്നതും പിന്നെ തിരിച്ചു വരുന്നതും ഇടുന്നതും പിന്നെ അവിടെ ഒരുമിച്ച് സദ്യ കഴിക്കുന്നതും എല്ലാം. അതുകൊണ്ട് സദ്യ ഉണ്ടാക്കാറുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? സദ്യ ഉണ്ടാക്കാറില്ല, കഴിക്കാറുണ്ട്. കഴിക്കാൻ മാത്രമേ നമ്മളെ പറ്റത്തുള്ളൂ. പിന്നെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കാറിയാം. എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത്? അങ്ങനെ സ്പെഷ്യലായിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഈ അവിയൽ, സാമ്പാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട്. ആരെങ്കിലും സഹായിക്കണം, എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആദ്യമായിട്ട് സീരിയലിലേക്ക് എത്തിയത് ആദിപരാശക്തി എന്ന തമിഴ് സീരിയലിലൂടെയാണ്. എങ്ങനെയാണ് ഈ തമിഴിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അത് സംഭവം ഞാനൊരു ഡ്രാമ ചെയ്തിട്ടുണ്ടായിരുന്നു പുട്ടപ്പർത്തിയിൽ. അപ്പം ശ്രീ സത്യസായി ബാബ എന്ന് കേട്ടിട്ടില്ല. അപ്പം അവിടെ ഞാൻ പോയി ഡ്രാമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സൗമ്യ എനിക്ക് ഒരു മാല ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഡയറക്റ്റ് ചെയ്ത സാറാണ് ശിവമോഹൻ തമ്പി സാറ്. ശിവമോഹൻ തമ്പി സാറ് ദേവി മാഹാത്മ്യം ചെയ്യാൻ നേരത്ത് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്നെ സജസ്റ്റ് ചെയ്തു. അപ്പം പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് കാർത്തിക സാറായിരുന്നു പ്രൊഡ്യൂസർ, മെറിലാൻഡിൻ്റെ കാർത്തിക സാറായിരുന്നു പ്രൊഡ്യൂസർ. സാറിൻ്റെ അടുത്ത് ആ ഫോട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഡ്രാമയുടെ കവർ ഫോട്ടോ, CD-യുടെ കവർ ഫോട്ടോ എൻ്റെ ഫോട്ടോ ആയിരുന്നു. എന്ന് വെച്ചാൽ ശങ്കർ ദിഗ്വിജയ് എന്നാണ് ഡ്രാമയുടെ പേര്. അപ്പം ശങ്കരാചാര്യരായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അപ്പം ഈ ശങ്കരാചാര്യരുടെ ഫോട്ടോ ആയിരുന്നു കവർ ഫോട്ടോ. അപ്പോൾ ഇത് കാണിച്ചു കൊടുത്തു, കാർത്തികൻ സാറിൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്തു. ഈ ക്യാരക്ടർ ദേവി മഹാത്മ്യത്തിലെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഈ കുട്ടിയെ സെലക്ട് ചെയ്യാമോ എന്നുള്ള ചോദിച്ചു. അപ്പം അത് കണ്ടിട്ട് കാർത്തിക സാറ് പറഞ്ഞു, ഞാനൊരു തമിഴ് സീരിയലിലേക്ക് ആദിപരാശക്തി വിജയ് TV റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന തമിഴ് സീരിയലിലേക്ക് ഒരു ശങ്കരാചാര്യർ തിരക്കിക്കൊണ്ട് നടക്കുകയാണ്. അപ്പം അങ്ങനെ ആദ്യമായിട്ട് ആ ശങ്കരാചാര്യരായിട്ട് ആദിപരാശക്തിയിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ദേവി മഹാത്മ്യത്തിലേക്ക് ചെയ്യുന്നത്. തമിഴായതുകൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന എന്ന് വെച്ചാൽ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല തമിഴ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊടും തമിഴുണ്ടല്ലോ, അല്ല പ്രോംപ്റ്റ് ചെയ്ത് തരും. പ്രോംപ്റ്റ് ചെയ്ത് തരുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നതാണ്. എന്നാലും ഈ തമിഴ് എന്ന് പറയുമ്പോൾ നമ്മൾ തമിഴ് സിനിമകളിൽ കേട്ട് പരിചയപ്പെട്ട തമിഴായിരുന്നില്ല. അത് ഒരു കുറച്ചുകൂടെ കട്ടിയുള്ള കാര്യം, പുരാണവും കൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ സെന്തമിഴ് എന്നൊക്കെ പറയുമ്പോഴത്തെ ഈ കലഞ്ചർ TV-യിലൊക്കെ മാത്രമേ കേട്ട് വാർത്തകൾ വായിക്കുമ്പോൾ തമിഴുണ്ടല്ലോ, അതേപോലത്തെ ഒരു തമിഴായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് ടേക്ക് എന്ന് പറയുന്നത് 20 ടേക്ക് എന്തോ പോയിട്ടുണ്ട്. ഫസ്റ്റ് ഷൂട്ട് 20 ടേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം അയ്യോ അപ്പൊ പറഞ്ഞ പാടെ എനിക്കറിയാം. പിന്നെ ഇല്ല, ഇതൊരു 2015-ലായിരുന്നു. 2015 ഇപ്പൊ ഇത്രയും വർഷമായി. അത് മാത്രമല്ല ആ പറഞ്ഞപ്പോ പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. പിന്നെ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റത്തില്ല, ഓർമ്മയില്ല സത്യമായിട്ടും. അപ്പൊ അങ്ങനെ അത് ചെയ്തു. അതിനുശേഷം ഇത്രയും ടേക്കൊന്നും പോയിട്ടില്ല. എന്റെ ഫസ്റ്റ് പേടി ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പേടിയില്ലായിരുന്നു, പക്ഷെ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാര്യം ഞാൻ ആദ്യം ഡ്രാമകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു ക്യാമറയുടെ ഫ്രണ്ടില് അതേപ്പം എങ്ങനെ അഭിനയിക്കണം, നമ്മൾ ഡ്രാമ അഭിനയിക്കും ഓൺ ആക്ട് ചെയ്യും പോലെ ഒന്നും അല്ലല്ലോ ക്യാമറയുടെ ഫ്രണ്ടിൽ അഭിനയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കുറച്ച് നേരം നമ്മൾ മറ്റ് ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിക്കുന്ന കാണുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ആശ്വാസമാണ്, ഇങ്ങനെയൊക്കെ മതി, ഇത്രയും ലിമിറ്റേഷൻസ് വേണം. പിന്നെ ഡയറക്ടർ സപ്പോർട്ട്, ക്യാമറമാൻ സപ്പോർട്ട്, പുതിയ ആളും കൂടെ അല്ലേ, അപ്പോൾ അവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കോൺഫിഡൻസ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ദേവി മഹാത്മ്യത്തിൽ ആ ക്യാരക്ടറിനാണ്. കാര്യം ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് ശിവമോഹൻ തമ്പി സാറ് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് അപ്പോഴാണ് തമിഴിലേക്ക് പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് ദേവി മഹാത്മ്യമാണ്.
ദേവി മഹാത്മ്യം കഴിഞ്ഞിട്ട് ദേവി മഹാത്മ്യം കഴിഞ്ഞിട്ട് വന്നത് പിന്നെ അയ്യപ്പനാണ്. പിന്നെ കുറച്ച് കാലം ഇങ്ങനെ പുരാണ സീരിയലിൽ കിടന്ന് തുടക്കം തന്നെ പുരാണ സീരിയലുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ആദിപരാശക്തി, പിന്നെ ദേവി മഹാത്മ്യം, അത് കഴിഞ്ഞിട്ട് അയ്യപ്പൻ. അങ്ങനെ ഒരു പുരാണ ടച്ച് വിടുന്നത് അമ്മ സീരിയലിലൂടെയാണ്. അമ്മ സീരിയൽ ഒരു നെഗറ്റീവ് റോളായിട്ട് ജോസ് എന്ന ക്യാരക്ടർ ഭയങ്കര ഇതായിട്ട് കൂടുതലും ആൾക്കാർ അറിഞ്ഞത് ഞാൻ അതെ ആ വേഷത്തിലൂടെയാണ് എന്നെ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങിയത്. നല്ലൊരു വേഷമായിരുന്നു. അതും ആക്സിഡന്റലി എനിക്ക് വന്ന് എത്തിപ്പെട്ടൊരു വേഷമാണെന്ന് പറയാം. ഒരു രാത്രി നമ്മുടെ സജിച്ചേട്ടൻ ഫോൺ ചെയ്തിട്ട് അനൂപ് എവിടെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങി കിടന്നു. നിനക്ക് വൈകിട്ട് റെഡിയാവാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെന്ത് പറ്റാ, നീ ഇപ്പം നിന്റെ ഇപ്പോഴത്തെ കറണ്ട് കാര്യം, അന്ന് ഈ വാട്സപ്പും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങില്ല. അപ്പോൾ ഫോട്ടോ അയക്കാന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മെയിലിലൂടെ മാത്രമേ ഫോട്ടോ ഒക്കെ അയക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിന്റെ ഇപ്പോഴത്തെ നിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ മുടി വെട്ടി പൊട്ടയടിച്ചിരിക്കുകയാണ്, എനിക്ക് അങ്ങനെയാണ്. കുഴപ്പമില്ല, നീ ഒരു കാര്യം ചെയ്യും, വൈകിട്ട് ഞാൻ വണ്ടി അയക്കാം, വൈകിട്ട് നീ ഒന്ന് റെഡിയായി നിൽക്ക്, ജസ്റ്റ് ഒന്ന് കണ്ണൻ താമരക്കുളം സാറിനൊന്ന് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ചേട്ടാ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ റെഡിയായി നിന്നു. വണ്ടി വന്നു, വണ്ടി കയറി അവിടെ പോയി സഹിച്ചിട്ട് ഇറങ്ങിയപ്പോൾ പറഞ്ഞു കറക്റ്റ് ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കണ്ണൻ സാറായിരുന്നു, കണ്ണൻ താമരക്കുളം സാറായിരുന്നു അത് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ സാറ് പറഞ്ഞു, സാറിങ്ങനെ നോക്കി ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ, ഒന്നും പറഞ്ഞില്ല. അപ്പം ഫസ്റ്റ് ലുക്ക് തന്നെ ഓക്കെ ആയി. അല്ല ഫസ്റ്റ് ലുക്ക് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ഇത് ഏതോ ഹിന്ദി ബംഗാളിലെങ്ങാണ്ട് ഓടിയ അതിൻ്റെ റീമേക്കാണ് അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അത് ചെയ്തത് കുറച്ചുകൂടെ പ്രായമുള്ള ആളാണ്. ഈ ജോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തത് കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്കും എനിക്ക് എന്താണ് അന്ന് 17 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ, 17 വയസ്സേ ഉള്ളൂ. അപ്പം അത് ആക്സിഡൻ്റലി എത്തിപ്പെട്ടതാണ് അതിലേക്ക്. അപ്പം അതുകൊണ്ട് പിന്നെ ആ ക്യാരക്ടർ നല്ല ബോൾഡ് ക്യാരക്ടറായിരുന്നു, നല്ല രസമായിട്ടുള്ള ക്യാരക്ടറായിരുന്നു, ഒരു വില്ലൻ ക്യാരക്ടർ. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ. കാര്യം അതൊരു പുരാണത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങി കളിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു ചേഞ്ച് ആയിരുന്നു. അപ്പോൾ അതിലെല്ലാം കുറച്ചുകൂടെ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ വില്ലൻ ക്യാരക്ടേഴ്സിലാണ് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നായകന്മാരെക്കാട്ടി, നായക റോളിനെക്കാട്ടി. അല്ലെങ്കിൽ അങ്ങനെയല്ല, നമുക്കിപ്പം പോസിറ്റീവ് ക്യാരക്ടറിനെക്കാട്ടിയും കൂടുതലായിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് നെഗറ്റീവ് റോളുകളാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അത് മാത്രമല്ല അത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടർ കൂടെയാണ്. പുറത്തിറങ്ങിയപ്പം ചിന്നുവിനെ പിടിച്ചോണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് നമ്മൾക്ക് ഈ ഏറ്റവും നമുക്ക് ഈ ഗ്രാമങ്ങളിലൊക്കെ ഷൂട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ഈ നമ്മുടെ കടപ്പുറ ഏരിയ അങ്ങനെയൊക്കെ അവര് ഇത് ഭയങ്കര ഇതായിട്ടാണ് കാണുന്നത്, ഒരു സീരിയലായിട്ടല്ല ഒരു ജീവിതമായിട്ട് അവർ കാണുന്നത്. അപ്പോൾ അവര് ഭയങ്കര എന്തുവാ ഇപ്പം അടിക്കും എന്ന് പറഞ്ഞാണ് ചില സംഭവം. പിന്നെ അവർക്ക് നമ്മൾ പോയി സംസാരിക്കുമ്പോൾ മനസ്സിലാവും അങ്ങനെയൊന്നുമല്ല, ഓക്കെ പാവമാണ് മക്കളെ, ഇനി ചിന്നുവിനൊന്നും ചെയ്യരുത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ ഉപദേശമാണ്. പിന്നെ പിന്നെ എന്നെ കണ്ട് ആർക്കൊന്നും ചെയ്യാൻ തോന്നാത്ത ആയതുകൊണ്ടൊന്നും അവർ പറയും ഒന്നും ചെയ്യാൻ പറയില്ല, ഒന്നും ചെയ്യത്തില്ല അങ്ങനെ. പിന്നെ ശ്രീധനത്തിലോട്ട് എത്തിയതല്ലേ? ശ്രീധനത്തിന് മുമ്പും 2-3 ക്യാരക്ടേഴ്സ് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ക്ലിക്കായൊരു സംഭവം ശ്രീധനമാണ്. അതും ഇതേപോലെ ആക്സിഡന്റിൽ എത്തിപ്പെട്ട സംഭവമാണ്. അതിനു മുമ്പ് ഞാൻ ചാണക്യം ചെയ്യുമായിരുന്നു. ഫ്ലവേഴ്സ് ടിവിയിൽ ചാണക്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവനും ഒക്കെ ആയിട്ട് അവരുമായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു സീരിയലാണ്, ഫ്ലവേഴ്സിൽ ഓടിക്കൊണ്ടിരുന്ന സീരിയലാണ്. അപ്പോൾ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു കോൾ വന്നിട്ട് പറഞ്ഞ് അനുഭവം ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്. ഈ ക്യാരക്ടർ എന്താണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ശ്രീധനത്തിലെ പ്രൊഡക്ഷൻ കൺട്രോളാണ്, ജോസ് എന്നാണ് പേര്. ഇങ്ങനെയാണ് ക്യാരക്ടർ, ഇന്ന ദിവസം ഷൂട്ട് വരുന്ന ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കാര്യം ഇവിടെ ചാണക്യയിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡ് ഇല്ലാത്തതുകൊണ്ട് കണ്ടിന്യൂസ് ഷൂട്ടാണ്, ഡെയിലി ഷൂട്ടാണ്. അപ്പം അങ്ങനെ ബ്രേക്കും കാര്യങ്ങളൊന്നുമില്ല, അവർക്ക് തോന്നുമ്പോഴേ ബ്രേക്ക്. എന്ന് വെച്ചാൽ എപ്പിസോഡ് ഇല്ലാതെ വരുന്നത് കൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ഭയങ്കരമായിട്ട് ഷൂട്ട് പോകും, ദിവസം ബ്രേക്ക് ഇല്ലാണ്ട് ഷൂട്ട് നടക്കുകയാണ്. അപ്പം ഞാൻ ജോസിൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ, അപ്പം ഞാൻ ജോസിൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. ഓ ചേട്ടാ എന്നാണ് ഡേറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളുടെ അടുത്ത് ഞാൻ ചോദിച്ചു ചേട്ടാ ഇങ്ങനൊരു ഇതിൽ വന്നിട്ടുണ്ട്, ഞാൻ എങ്ങനെയാണ് കൈ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് ഡേറ്റ് ചിലപ്പം പ്രശ്നമാവും, കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് തരാം, നീ എന്നാണ് ഡേറ്റ് എന്ന് ചോദിക്കാൻ പറയും. അങ്ങനെ ജോസിൻ്റെ അടുത്ത് ഡേറ്റ് ചോദിച്ചപ്പോഴത്തേക്കും 13, 14 അങ്ങനെ എത്തോ ഡേറ്റ് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞപ്പോൾ കുഴപ്പമില്ല നീ പോയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് ഈ 13, 14 തലേന്ന് 12-ാം തീയതി അവിടെ നിന്ന് കയറുന്നു, രാവിലെ വെളുപ്പിന് ലൊക്കേഷനിൽ എത്തുന്നു, ശ്രീധനത്തിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ശ്രീധനത്തിൽ ഞാൻ
മീൻസ് മനസ്സിലാക്കിയെന്ന് പറഞ്ഞ ക്യാരക്ടർ കുറച്ച് സൈസൊക്കെ ഉള്ള ക്യാരക്ടർ, കുറച്ച് ഫുഡൊക്കെ കഴിക്കുന്ന ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതിലും ആക്സിഡന്റ് പക്ഷേ അങ്ങനെയൊന്നും അല്ലല്ലോ, ഞാൻ അങ്ങനെയൊന്നും അല്ലാത്തതുകൊണ്ട് റിയലി അങ്ങനെയൊന്നും അല്ല, അതിലും അങ്ങനെ എത്തിപ്പെട്ടതാണ്. അപ്പം അങ്ങനെ പരിചയപ്പെട്ടു. അപ്പം എനിക്ക് നല്ല 2 കമ്പനി കിട്ടി. അതിലും ഒന്ന് ജോസേട്ടൻ ഭയങ്കര സപ്പോർട്ടീവാണ്, ഇപ്പോഴും ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ രണ്ടാമത് കൃഷ്ണമൂർത്തി സാറ് ഭയങ്കര എന്ന് വെച്ചാൽ നമുക്ക് ആ ക്യാരക്ടർ ചെയ്യാനായാലും കൂടുതൽ പറഞ്ഞു തരാൻ കാര്യം നമുക്കൊരു ലിമിറ്റേഷൻസ് ഇല്ല. സാർ ഇങ്ങനെ ചെയ്യരുതെന്ന് പറയും, നീ ചെയ്തോ, ആവശ്യമുള്ളത് സാർ കൊള്ളാമെന്നേ പറയത്തുള്ളൂ, ആവശ്യമില്ലെങ്കിൽ സാർ പറഞ്ഞാൽ അത് വേണ്ട. ഭയങ്കര സപ്പോർട്ടീവായിരുന്നു സാറ്. അതുകൊണ്ട് തന്നെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിന് ശേഷം അമ്മയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ ക്യാരക്ടർ ശ്രീധനാണ്. പിന്നെ എന്താണ് ഒരു ബ്രേക്ക് എടുക്കാനെ കൊണ്ടൊരു കാരണം? ബ്രേക്ക് എടുക്കാൻ അത് കുറച്ച് അതിപ്പോ എന്താ പറയാ, സത്യം പറയണ കള്ള പറയണം, സത്യം പറഞ്ഞാലേ കുറച്ചുകൂടെ നല്ലത്. സത്യം പറയാൻ കുറച്ച് പേഴ്സണൽ സംഭവമാണ്. കുറച്ചൊന്ന് മാറി നിൽക്കണം എന്ന് തോന്നി. പിന്നെ ബ്രേക്ക് എടുത്തു. പിന്നെ ഞാൻ ഇങ്ങനെ വേഷങ്ങൾക്ക് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തുമില്ല. പിന്നെ അതങ്ങനെ കുറച്ച് ബ്രേക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ നിന്നായിരുന്നു. അപ്പം ഇടയ്ക്ക് കുടുംബങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടുംബവിളക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുടുംബവിളക്ക് ത്രൂ ഔട്ട് ക്യാരക്ടറായിരുന്നു ആദ്യം. പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് ഈ കൊറോണ വന്നത്. കൊറോണ വന്നതിന് ശേഷം ആ കഥ വേറൊരു കാര്യം, ഈ കൊറോണ വന്നപ്പോഴത്തേക്കും ഒരുപാട് ആർട്ടിസ്റ്റ് വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വീട്ടിൽ മാത്രം ഷൂട്ട് ചെയ്യണം, അങ്ങനെ ലിമിറ്റേഷൻസ് ആയി. അപ്പം ജോസേട്ടൻ അങ്ങനെ പറഞ്ഞു. അപ്പം അതിലും ജോസേട്ടൻ തന്നെ വിളിച്ചത്. കാര്യം ജോസേട്ടനായിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പം ജോസേട്ടനാണ് ആ ക്യാരക്ടറും കുടുംബവിളക്കിലെ ക്യാരക്ടറിനും എന്നെ സജസ്റ്റ് ചെയ്ത്. അതുപോലെ അത് ചിത്ര ചേച്ചിയുടെ പ്രൊഡക്ഷനിൽ ഓടുന്ന ഇത് കൂടെയാണ്. അപ്പോൾ ചിത്ര ചേച്ചി ഞാനായിട്ട് ഭയങ്കര കമ്പനി, കാര്യം ശ്രീധനത്തിൽ ഭയങ്കരമായിട്ടുള്ള കമ്പനി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുടുംബവിളക്കിൽ എത്തിപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഥയുടെ ഗതിയൊക്കെ മാറിപ്പോയി. പിന്നെ ഇടയ്ക്ക് ഈ ജനുവരിയിൽ എന്നെ വിളിച്ചിട്ടുണ്ട്, ഒരു കല്യാണം വന്നപ്പോഴത്തേക്ക് എന്നെ പഠിക്കാൻ വിട്ടേക്കായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നു. പിന്നെ എന്നിട്ട് അതിൽ 2 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ പഠിക്കാൻ വിട്ടു, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ്. പിന്നെ ചെയ്യണം, എന്തായാലും ചെയ്യണം. കാര്യം നമ്മുടെ ആഗ്രഹം ഇതാണ്, നമ്മുടെ ഫീൽഡ് എന്ന് വിചാരിക്കുന്നത് ഇതാണ്. അപ്പോൾ എന്തായാലും ചെയ്യണം, നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ ചെയ്യണം. പക്ഷെ ഇപ്പൊ കുറച്ചൊന്നും ചെയ്യും. പക്ഷെ ഇപ്പം കുറച്ചൊന്ന് മാറി നിൽക്കണം എന്നൊരു, അത് പറയാൻ പറ്റാത്ത റീസൺസ് ആണ്. അത് ഇപ്പൊ പറയാം, ഞാൻ അടുത്ത ഇന്റർവ്യൂ തരുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് പറയാം. നമ്മൾ ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവുകയാണ്. കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ, കുറച്ച് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്ത, അതിൽ എനിക്ക് വേണ്ടി ചിലപ്പോൾ അവരും ചെയ്തിരിക്കാം. ഓണവുമായി ബന്ധപ്പെട്ട 2 പഴഞ്ചൊല്ല് പറയാം. കാണാൻ വിറ്റ് ഓണം ഓണം. പിന്നെ പഴഞ്ചൊല്ല് 2 പഴഞ്ചൊല്ല് ഒരെണ്ണമായില്ലേ? ഒരെണ്ണം കൂടെ വേണം. നാണക്കേടാണ്, ഞാൻ PG ചെയ്തത് മലയാളത്തിലാണ്. എന്നാ പിന്നെ ഉറപ്പായിട്ടും പറയണം. പെട്ടെന്ന് ചോദിച്ചാൽ ഇത് നേരത്തെ പറയട്ടെ, പഠിച്ചോണ്ട് 10 കൊണ്ടുവരായിരുന്നു. അല്ല പോട്ടെ, ഓണത്തിന് ഒരു 2 പാട്ട് പാടിയിരുന്നു. അയ്യോ, കണ്ടാലറിയാം പാട്ട് പാടൂ. നിങ്ങൾക്ക് ഇതിന് റീച്ച് വേണ്ടേ? പാടിയാൽ തന്നെ നല്ല റീച്ച് കിട്ടും. അത് ശരിയാണ്, അതെനിക്ക് മനസ്സിലായി. പാട്ട് ശരിയാവൂല. പാട്ട് അല്ല, എന്തായാലും 2 പേര് പാട്ട് സത്യമായിട്ട് പാടറിഞ്ഞൂടാ. സത്യമായിട്ട് പാടറിഞ്ഞൂടാ. ഞാൻ പഠിച്ചോല് പറയാം, അതാണ് നല്ല. ഒരു പാട്ട് പാടും നമുക്ക് വേണ്ടിട്ട്. എനിക്ക് പാടാൻ അറിയൂല സാറേ. കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്? എനിക്ക് പറയില്ല, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. 2 മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി 2 മിനിറ്റ്. ലിന്റെ പാട്, എന്നിട്ട് അതിനനുസരിച്ച് ഞാൻ പാടും. എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അപ്പൊ എനിക്ക് അതിനേക്കാട്ടി സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് പാടാം. മാവേലി നാടു വാണിടും കാലം
മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെന്നാർക്കു മുട്ടില്ല താനും. ഓക്കെ, പാട്ടായില്ല. ഒരു പാട്ടല്ലേ ചോദിച്ചു, അല്ലല്ല ഞാൻ പാടി. ഒരു പാട്ട് ചോദിച്ചു, പാട്ട് പാടി, അത് മതി. ഞാൻ പാടില്ല, അനൂപ് പാടണേ. ഇനി അനൂപ് പാട്ട് കുഴപ്പമില്ല, സത്യമായിട്ട് എനിക്ക് പാടാൻ അറിഞ്ഞോടത്തണ്ട, പാടാൻ അറിയുന്ന ഉറപ്പായിട്ടും കുഴപ്പമില്ല. ഒരു 2 വരി ഏതെങ്കിലും ഓണത്തിന് 2 വരി പാട്ട് പഠിച്ചൊല്ലും പറയാതിരിക്കാറില്ല. കുഴപ്പമില്ല, 2 വരി പാട്ട് നമുക്ക് ടെലികാസ്റ്റ് ചെയ്യണ്ട. ആരോടും അതെനിക്കറിയാം, നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യത്തില്ല, അത് നല്ലപോലെ അറിയാം. സത്യം പാടാൻ അറിയത്തില്ല. വേറെ എന്തെങ്കിലും പറ, പാട്ടല്ല വേറെ എന്തെങ്കിലും പറ. അത്തം പിറന്നാൾ എന്ത് വെളുക്കും എന്നാണ് പറയുന്നത്? ഓണം വെളുക്കും. ഓ, എല്ലാം അറിയല്ലേ. ഓണം വെളുക്കും, ഉത്തരവാദല്ലേ? അതന്നെ ഉത്തരം തന്നെ. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കിട്ടുന്നത് എന്താണ്? കഞ്ചി. ഓണം കേറാമൂല എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? മലയാളമല്ലേ? ഓണം കേറാമൂല ഏത് കുസൃതി ചോദ്യമാണോ അത് അല്ലാണ്ട് സീരിയസ് ആയിട്ട്? ഓണം കേറാമൂല, ഓണം കേറാമൂല എന്ന് പറയുമ്പോഴത്തേക്ക് സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ, ആരും എത്തിപ്പെടാത്ത എന്ന് ഇപ്പോഴും ഭയങ്കര എന്തുവാ അങ്ങനെ താമസിക്കുന്ന അങ്ങനെ ഒരിടം, അങ്ങനെ ഒരിടം പറഞ്ഞു. കുഗ്രാമം. ആ, കുഗ്രാമം, അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരിടം, അങ്ങനെ ഒരിടം. മാവേലി നാട് വാണ്ടിടും കാലം എള്ളോളം ഇല്ലാത്തത് എന്തായിരുന്നു? പൊളിവചനം. ഓ, എന്ത് ചെയ്യാനാണെന്ന് പറയാം, പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളെല്ലാം പറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മുടെ ഈ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? ഇനി പുതുതായിട്ട് പ്രൊജക്റ്റുകൾ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്യാനൊക്കെയുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ, അതോ ഇപ്പോഴെങ്ങും ചെയ്യുന്നില്ല എന്നാണോ? ഇപ്പോഴെങ്ങും ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യണം. ഒരു കുറച്ച് നാൾ, ഒരു 6 മാസം, ഒരു 1 ഇയർ ഒരു ബ്രേക്ക് എനിക്ക് വേണം. അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്ത് അതിനു വേണ്ടി ഞാൻ ശ്രമിക്കും. ഇപ്പം എന്താണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം നിലവിൽ HDFC വർക്ക് ചെയ്യാണ്, ബാങ്കിൽ വർക്ക് ചെയ്യാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇതുകൂടെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സെറ്റുകളൊക്കെ ഓണം ആഘോഷിക്കാറില്ലായിരുന്നു? ആ, ഉണ്ട്. ഞാൻ സെറ്റുകളൊക്കെ ഭയങ്കര ആഘോഷമാണ്. ഒരു ദിവസത്തെ മുഴുവൻ ആഘോഷമായിരിക്കും. അന്ന് ഇതേപോലെ ഇൻ്റർവ്യൂസ് കാണും, എന്തെങ്കിലും ഇൻ്റർവ്യൂസ് കാണും, ഏതെങ്കിലും ചാനലിൽ ഇൻ്റർവ്യൂ കാണും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും മിക്കവാറും ചാനലിൻ്റെ ഇൻ്റർവ്യൂസ് തന്നെ ആയിരിക്കും. ഓൺ ചാനലിൻ്റെ ഇപ്പം നമ്മൾ ശ്രീധരൻ ചെയ്തുകൊണ്ട് സമയത്ത് അവിടുത്തെ ഓണ പ്രോഗ്രാം കവർ ചെയ്ത് ഏഷ്യാനെറ്റ് തന്നെയാണ് കാണിച്ചത്. അപ്പം അന്ന് ഒരു ദിവസത്തെ മുഴുവൻ ഇതിൻ്റെ കൂടെ ഷൂട്ട് നടക്കും. ഒരു സമയത്ത് അവിടെ അങ്ങനെ ഗെയിമുകളും എല്ലാം ഉണ്ടാവും, പടംവലിയും ഗെയിമുകളും സദ്യ അടക്കം എല്ലാം. ഒരു ദിവസത്തെ പ്രോഗ്രാം മുഴുവൻ ഓടും അവിടെ. അടിപൊളിയായിരിക്കും, സെറ്റുകൾ അടിപൊളിയായിരിക്കും. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയനുണ്ട്. അങ്ങനെ സുഖമായിട്ട്. അനിയനിപ്പം ചെറിയൊരു ബിസിനസ്സിൻ്റെയൊക്കെ സംഭവമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അച്ഛൻ, അമ്മ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ കോളേജ് ലൈഫ് ഒക്കെ എങ്ങനെയായിരുന്നു? കോളേജ് ലൈഫ് അടിപൊളിയായിരുന്നു. കോളേജ് ലൈഫ് ഞാൻ MG കോളേജിലായിരുന്നു. ഞാൻ ചെന്ന് കയറി, ഞാൻ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോഴേ കാണുന്നത് വെടിയും പുകയൊക്കെ ആദ്യമായിട്ട്. അത് MG കോളേജാണല്ലോ, സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. അപ്പം നല്ല ഐശ്വര്യമാണ്. ഞാൻ കാല് കുത്തി വെച്ച ഉടനെ കാണുന്നത് അതായിരുന്നു. പിന്നെ അങ്ങോട്ട് കോളേജ് ലൈഫ് സൂപ്പറായിരുന്നു, പൊളിയായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് MG കോളേജിനെ പറ്റി ഭയങ്കര പേടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. നമ്മൾ +2 കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കര അടഞ്ഞൊരു സ്കൂൾ, ഇപ്പം സെൻറ്റ് ജോൺസ് സ്കൂളൊക്കെയാണ്. അപ്പം ഒരു അടഞ്ഞൊരു സ്പേസിൽ നിന്ന് ഓപ്പൺ സ്പേസിലേക്ക് പോകുമ്പോൾ തോന്നുന്നൊരു ഒരു പേടി, ആകാംക്ഷ എല്ലാം MG കോളേജിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കയറിയപ്പം അവിടെ അങ്ങനെയൊന്നും അല്ല, നല്ല രസമാണ്, വളരെ അല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പം ആ സമയത്ത് ആ ഏജിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇപ്പം ഏത് കോളേജിലായിരുന്നാലും ആ പ്രായത്തിൻ്റെയും കൂടെ ഒരു പ്രശ്നമാണല്ലോ. പക്ഷെ അങ്ങനെയൊന്നും അല്ല, നല്ല രസമാണ്. ഇഷ്ടംപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ കമ്പനി കിട്ടിയത് അവിടെ നിന്നാണ്. ഏറ്റവും കൂടുതൽ എൻ്റെ ഇപ്പോഴും വിളിച്ച
എപ്പോഴും എത്തുന്ന കൂട്ടുകാരെ, വിളിപ്പുറത്തുള്ള കൂട്ടുകാരെ കിട്ടിയത് അവിടെ നിന്നാണ്. ഇത്രയും വർഷമായിട്ടും ഭയങ്കരമായിട്ട് അവരുമായിട്ട് കമ്പനിയുണ്ട്. ഏത് സമയത്ത് എവിടെ വിളിച്ചാലും വരാൻ പറ്റുന്ന കമ്പനീസ് കിട്ടിയത് അവിടെ നിന്നാണ്. അതുകൊണ്ട് ആ കോളേജ് എനിക്ക് എത്ര പ്രപ്പോസൽ വന്നിട്ടുണ്ട്? പ്രപ്പോസൽ ഇഷ്ടംപോലെ വന്ന് കാണുമല്ലേ? ക്യൂട്ട് ലുക്ക് അല്ലേ? ക്യൂട്ട് ലുക്കിൽ കാര്യമില്ലല്ലോ. പ്രപ്പോസൽ അത് വന്നിട്ടുണ്ട്. അതോ എണ്ണീട്ടില്ലെന്നാണ്? അങ്ങനെയല്ല, അതൊക്കെ കുറച്ച് ഓവറായി പോകില്ലേ. വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം സിംഗിൾ ആണോ അതോ കമ്മിറ്റഡ് ആണോ? അങ്ങനെ ചോദിച്ചാൽ അതിന് ആൻസറില്ല. അതിന് ആൻസർ പോലെ സമയമായില്ല. ഇനി എപ്പോഴെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ കല്യാണോ അങ്ങനെ എന്തെങ്കിലും കാണുമോ? ഇല്ല, ഇപ്പം അങ്ങനെ കല്യാണമൊന്നും പെട്ടെന്ന് കാണുമില്ല. അതിനുള്ള സാഹചര്യമൊന്നും ഇല്ല. ചിലപ്പോൾ മേ ബി കാണുമായിരിക്കും. ഈ റീസെന്റ് എപ്പോഴെങ്കിലും? ഇപ്പോഴും അടുത്ത കാലത്തൊന്നും അതിനുള്ള പ്രതീക്ഷിക്കേ വേണ്ടതാണ്. പ്രേക്ഷകർക്ക് ഒരു പറയാൻ പറ്റില്ല. മനുഷ്യന്റെ കാര്യം എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കില്ല. ശരിയാണ്. അപ്പം ഇപ്പം നമ്മളിപ്പോ ഇങ്ങനെ നടക്കത്തില്ല എന്ന് പറയാം. ചിലപ്പോൾ നാളെ രാവിലെ എഴുതിച്ചിട്ട് എന്ത് സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല. അത് ശരിയാണ്.